പണ്ട് ഒരു രാജ്യത്ത് രാജാവിന് കണ്ടകശനി പിടിച്ചു. അപ്പം പ്രശ്നം വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഇങ്ങനെ ഈ നമ്മൾ പണ്ടത്തെ പോലെ ഹോമം നടത്തണമെന്ന് പറഞ്ഞ് അപ്പം വേലന്മാരെ വരുത്തണമല്ലോ. അതിന് വേണ്ടി രാജാവിന് പോകാൻ കഴിയില്ല. രാജാവ് ഒരു ആമയെ പിടിച്ചിട്ട് അതിൻ്റെ വായിൽ ഓല എഴുതി വെച്ച് കൊടുത്തു വിട്ട്. ഇത് ഭാരതപ്പൂങ്കറ വേലന്മാരെടുത്തുകൊണ്ട് കൊടുക്കണമെന്ന് പറയും. ആമ ഇഴഞ്ഞിഴഞ്ഞങ്ങ് പോയി നേരം വെളുക്കാറാകുമ്പോഴാണ് ആമ അവിടെ ചെല്ലണത്. അപ്പം ഈ ആമയെ പരുന്ത് റാഞ്ചി കൊണ്ടുവന്ന് അവരുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന പനയുടെ പൊക്കത്ത് കൊണ്ട് വെച്ച് കൊത്തിക്കൊണ്ടിരുന്ന വഴി ഈ ആമ കൊത്തിയ പിടി വിട്ട് താഴത്ത് പോയപ്പോൾ ആമ ചിതറിപ്പോയപ്പോൾ ഓലയും ചിതറിപ്പോയല്ലോ. അപ്പം അവർ 7 പേരാണ് ആണുങ്ങൾ ഈ വേലം പ്രവൃത്തി ചെയ്യണവർ. അതിൽ ഇളയാൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ ആമ ചിതറിക്കണ ഓലയും കണ്ട് ഓല എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എന്താണ്, ആ നാട്ടിലെ രാജാവിൻ്റെ വീട്ടിൽ ഇങ്ങനെ കണ്ടകശനിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വേലൻ ആ പ്രവൃത്തി ചെയ്തിട്ട് അത് നീക്കണമെന്ന് പറയും. അങ്ങനെ അപ്പോൾ ചെന്നില്ലെങ്കിൽ ഇവരുടെ തല വെട്ടുമെന്നാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്. അവർ 7 പേരും കൂടെ അങ്ങ് ഇതിന് പോയി. അപ്പം 2-3 ദിവസം കൊണ്ടാണ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേലൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്ത് വരണത്. 4 ദിവസം കഴിഞ്ഞിട്ടും വരാതിരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ അമ്മാവൻ അനന്തരക്കാരൻ ബന്ധമുള്ളതല്ല അന്ന്. അനന്തരക്കാരൻ തിരക്കി ചെല്ലുമ്പം ഇവർ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ അമ്മാവന്മാരെ ഇങ്ങനെ ചൂണ്ട കൊളുത്തി കൊല്ലാൻ വേണ്ടി. അത് എന്താണ് അത് വിചാരിക്കണം, രാജാവ് വിചാരിക്കണം എന്താണെന്നറിയോ? ഇപ്പം ഒരുപാട് സാധനങ്ങളാണ് ഇവർ എഴുതിക്കണം. ഒരേ പറ മഞ്ഞൾ, ഒരു പറ അരി, ഒരു പറ നെല്ല്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ ഹോമത്തിന് വേണം. അപ്പം രാജാവ് പറയുന്നത് ഇങ്ങനെ, ഞാനായ കാലത്ത് ഇത്രയൊക്കെ ഉണ്ടാക്കി, അപ്പം ഇനി കീഴ് മനുഷ്യരാണ കാലത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. രാജാവായത് കൊണ്ടല്ലേ അത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവർ ജീവിച്ചിരിക്കണ്ടല്ല എന്ന് വിചാരിച്ചാണ് രാജാവ് ഇത് ചെയ്യുന്നത്. അപ്പം രാജാവ് അങ്ങനെ ഇവരെ കൊല്ലാൻ കൊണ്ട് തൂക്കിയിടുമ്പോഴാണ് അനന്തരക്കാരൻ തിരക്കി ചെല്ലണം. അപ്പോൾ പുള്ളി എല്ലാവരെയും അവിടെ അടുത്തുള്ള ഓരോരുത്തരെ ഊരിക്കൊണ്ടുവന്ന് ഈ കിണറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എല്ലാത്തിനെയും വെള്ളം കോരി കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും ഒന്ന് ബോധമൊക്കെ തെളിഞ്ഞ് ഒരു ഉണർവൊക്കെ ആയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കാരണന്മാർ കൂടി തീരുമാനം, എടാ ഇവൻ ഇത്രയും ചാകാൻ പോയി കിടന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകണ ഇനി എന്തെങ്കിലും ഇവനിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെച്ചേക്കുമോ, അതുകൊണ്ട് ഇവനെ നമുക്കങ്ങ് കൊന്നുകളയാന്നും പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ഇവനെ കൊല്ലാനായിട്ട് ചെല്ലുമ്പോൾ ഇവനെടുത്ത് ഓടുകയാണ്. ഈ അനന്തരക്കാരൻ ഓടുമ്പോഴത്തേക്കാണ് അപ്പം ഇതിൻ്റെ കഥയ്ക്ക് വേറൊന്നും ഉണ്ടല്ലോ. ഈ ഇടിയും മിന്നലും ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ആ കഥയുടെ ആദ്യം. അത് ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ലെന്ന്. അപ്പം അങ്ങനെ ഈ അനന്തരക്കാരനായിട്ട് ഓടിക്കുന്നതാണ് ഈ വാളെടുത്ത് ഇങ്ങനെ ഇവർ ഓങ്ങുന്നതാണ് മിന്നൽ, ഓടിക്കുന്നതാണ് ഈ പടുപടാതെ ഇടി കേൾക്കുന്നത്. അങ്ങനെ ഒരു പുരാണ കഥ. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കത് പണ്ടെങ്ങാണ്ട് കേട്ട ഇവരോട് വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്.